മക്കളുടെ മനഃശാസ്ത്രം ഒട്ടും അറിയാത്ത രക്ഷിതാക്കൾ എത്രയോ കുട്ടികളുടെ ജീവിതം നശിപ്പിച്ചതിന് അനേകം ഉദാഹരണങ്ങളുണ്ട്. കുട്ടികൾ പരീക്ഷാകാലത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏതാനും ചില കാര്യങ്ങൾ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പരീക്ഷാകാലത്ത് കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെ പഠിക്കാനും അമിതമായ മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാനും രക്ഷിതാക്കൾ നല്ല സുഹൃത്തുക്കളായി അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം. രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അമിതമായ സമ്മർദ്ദങ്ങൾ പലതും കുട്ടികളിൽ വലിയ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. പല കുടുംബങ്ങളും ഇതുമൂലം ഒട്ടേറെ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ കൗമാരക്കാരുടെ മാനസികാവസ്ഥകൾ ശരിക്കും മനസ്സിലാക്കി വേണം പരീക്ഷ സമയത്ത് രക്ഷിതാക്കൾ കുട്ടികളോട് പെരുമാറേണ്ടത്. മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി മക്കളെ മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളുണ്ട്. പരീക്ഷാ വിജയവും ജീവിത വിജയവും തമ്മിൽ വലിയ ബന്ധമില്ലെന്ന സത്യം പലരും മനസ്സിലാക്കാറില്ല. കുട്ടികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് വീടുകളിൽ സന്തോഷവും സ്നേഹവും നിറഞ്ഞ സാഹചര്യം നിലനിർത്താൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾക്ക് പഠിക്കാൻ വീട്ടിൽ ശാന്തമായ അന്തരീക്ഷം ഒരുക്കി കൊടുക്കണം. അമിതമായ പഞ്ചസാര, ഉയർന്ന കൊഴുപ്പ് എന്നിവയടങ്ങിയ ജങ്ക് ഫുഡുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് പരമാവധി കുറയ്ക്കുക. ധാരാളം പച്ചക്കറികൾ, പഴങ്ങൾ, പരിപ്പ്, വിത്തുകൾ എന്നിവ കൊണ്ടുള്ള ഭക്ഷണം നൽകി അവരുടെ മനസ്സിനും ശരീരത്തിനും ഇന്ധനം നൽകുക. ശരിയായ പഠന സമയം, ഇടവേളകൾ, ഉറങ്ങുന്ന സമയം എന്നിവ ആസൂത്രണം ചെയ്യാൻ കുട്ടിയെ സഹായിക്കുക. ആവശ്യത്തിന് വെള്ളം കൊടുക്കുക. തലച്ചോറിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓരോ കൗമാരക്കാരനും സ്വഭാവത്തിലും ശീലങ്ങളിലും വ്യത്യസ്തരായിരിക്കും. അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മനസ്സിലാക്കാതെ അവരെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് സംസാരിക്കാൻ പാടില്ല. കുട്ടികളെ അത് സ്വയം തരം താഴ്ന്നവരായി കാണാനും മോശമായി ചിന്തിക്കാനും ഇടയാക്കിയേക്കും. ഒരു ജോലി നേടുക എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. രക്ഷിതാക്കളുടെ സ്വപ്നങ്ങൾക്കും ദുരഭിമാനത്തിനും വേണ്ടി മക്കളെ അവർ ബലിയാടാക്കുന്നു. കുട്ടികളെ താങ്ങാവുന്നതിലുമധികം സമ്മർദ്ദങ്ങളിലേക്ക് തള്ളിവിടുന്നു. ഇത് വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കുകയെന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. പലരും മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയിലോ സ്ഥാപനത്തിലോ അവർക്ക് നല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലി ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ്. മക്കളെ ഒരിക്കലും അവർക്കിഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുന്നതിനായി നിർബന്ധിച്ച് പഠിപ്പിക്കരുത്. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യേണ്ടി വരുന്നത് അയാൾക്ക് മാത്രമല്ല, സമൂഹത്തിനും അത് ഗുണകരമാവില്ല. പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തൊരാൾ അധ്യാപകനായാൽ എത്ര കുട്ടികളുടെ ഭാവിയെയായിരിക്കും അത് ദോഷകരമായി ബാധിക്കുകയെന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ഡോക്ടർക്ക് അയാളുടെ ജോലിയോട് ആത്മാർത്ഥതയില്ലെങ്കിൽ എത്ര ആളുകളുടെ ജീവന് അത് ഭീഷണിയാകുമെന്നറിയാമോ? ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടവും അഭിരുചിയുമുള്ള മേഖലയിൽ ജോലി ചെയ്യട്ടെ. ഇന്ന് അതിനുള്ള സൗകര്യവും സാഹചര്യവും ഉണ്ടല്ലോ. വ്യക്തിക്കും സമൂഹത്തിനും അതാണ് നല്ലത്. ഒരാളുടെ തൊഴിലെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള പദവിയോ അലങ്കാരമോ അല്ല. ഓരോ തൊഴിലും ഇഷ്ടത്തോടെ ചെയ്യേണ്ടുന്ന ഒരു ആരാധനയാണ്. തൊഴിലിടങ്ങൾ അവരുടെ ദേവാലയങ്ങളും. 10ൽ തോറ്റവരും ജയിച്ചവരും ഒട്ടും പഠിക്കാത്തവരുമൊക്കെ എന്തെങ്കിലും ജോലി ചെയ്ത് നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടല്ലോ. എന്ത് ജോലി ചെയ്യുന്നുവെന്നല്ല, ചെയ്യുന്ന ജോലിയിൽ നിന്ന് അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ എന്നതാണ് പ്രധാനം. മനസ്സിന് സന്തോഷം തരുന്ന മാന്യമായ ഏത് ജോലിയും ചെയ്യാം. എല്ലാ ജോലിയും അന്തസ്സുള്ളത് തന്നെയാണ്. മറ്റു തരംതിരിവുകളൊക്കെ മനുഷ്യരുണ്ടാക്കുന്നതാണ്. ലോകത്ത് അറിയപ്പെടുന്ന പല കോടീശ്വരന്മാരും കലാകാരന്മാരും ശാസ്ത്രജ്ഞന്മാരുമെല്ലാം ഒരുപാട് ബിരുദങ്ങൾ കൊണ്ട് ആസ്ഥാനത്തെത്തിയവരല്ല. സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് പരിശ്രമിച്ചതുകൊണ്ട് വിജയിച്ചവരാണ്. ഇച്ഛാശക്തിയാണ് പ്രധാനം. അങ്ങനെയുള്ള ഇച്ഛാശക്തിയാണ് കുട്ടികളിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. മക്കളെ അവർക്കിഷ്ടമുള്ളത് പഠിപ്പിക്കുന്നതോടൊപ്പം ജീവിതം എന്താണെന്നും കുടുംബത്തിലും സമൂഹത്തിലും നന്നായി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും കൂടി അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. എങ്കിലേ അവർ സ്വന്തത്തിനും കുടുംബത്തിനും സമൂഹത്തിനും പ്രയോജനമുള്ളവരായി വളരുകയുള്ളൂ. നരേശൻ, റസാഖ്, വഴിയോരം.